പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ വ്യൂവേഴ്സും വളരെ സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും നിങ്ങളോടൊപ്പം അല്പസമയങ്ങൾ ദൈവം നടത്തിയ അത്ഭുതമായ വഴികളെക്കുറിച്ചും ജീവിതാനുഭവത്തെക്കുറിച്ചും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതയായ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അനിത റോയി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് കർത്താവിൻ്റെ ദാസി നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അരോമ ടി വിയിലൂടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ച് ഓരോ വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും വ്യത്യസ്ത ജീവിതാനുഭവത്തിൽ ജനിച്ചു വളർന്നതായ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ കൂടി ദൈവം ചെയ്തതായ കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചേക്കാം, സ്പർശിച്ചേക്കാം. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ഒരുപക്ഷെങ്കിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സാക്ഷ്യം അത് നിങ്ങളെയും കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ അത് മുഖാന്തരമായി തീരും. അതുകൊണ്ട് ഈ വീഡിയോ അതിവസാനം സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നിങ്ങൾ കാണുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാം മഹിമപ്പെട്ട്. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ ദാസി അനിത റോയിയെ നമുക്ക് ഈ അരോമ ടി വിയിലേക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അനിത റോയിയെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ഷേമമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു പാസ്റ്റർ. ഓക്കെ സിസ്റ്റർ, അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കാലാമ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാമോ? വീട്ടില് ഭർത്താവ്, 2 കുഞ്ഞുങ്ങള്. എന്റെ ഹസ്ബൻഡ് പേര് റോയി എന്നാണ്. താൻ സുവിശേഷ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ കാലാമ്പൂർ അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ 2 പേര്, ഒരു മകനും ഒരു മകളും. മകൻ ജോലി ചെയ്യുന്നു, കാക്കനാട് ഇൻഫോ പാർക്കിലാണ്. മകൾ മൈസൂർ BSc നഴ്സിംഗ് 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ സിസ്റ്ററെ പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവവും സാക്ഷ്യവും ഒക്കെ പറയാനുള്ള ഒരു അവസരമാണ് തുടർന്ന് നമ്മളോട് വേർതിരിക്കുന്നത്. ആകട്ടെ, അതിലേക്ക് കടക്കുന്നതിന് മുൻപ് സിസ്റ്ററിന്റെ ജീവിതത്തിലെ മാതാപിതാക്കന്മാരെ കുറിച്ചും ജനിച്ചു വളർന്ന സാഹചര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും ഒക്കെ ചുരുക്കം വാചകങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ പറയാമോ? തീർച്ചയായിട്ടും പാസ്റ്റർ. ഞാൻ ജനിച്ചതും വളർന്നതും പെരുമ്പാവൂരാണ്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ജനിച്ചതും വളർന്നതും. എന്റെ മാതാപിതാക്കൾ, എന്റെ പപ്പയുടെ പേര് PM വർഗീസ് എന്നാണ്. പാർവേലിക്കുടി കുടുംബാംഗമാണ്. എന്റെ അമ്മ പെരുമാനി ഐക്യരക്കുടി കുടുംബാംഗമാണ്, ഏലിയാമ്മ വർഗീസ്. ഞാനും എന്റെ പപ്പയും മമ്മിയും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടേത്. എനിക്ക് സഹോദരങ്ങളില്ല. ഞാൻ ഒരു മകള് മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലം വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ ഒരു മകളായതുകൊണ്ട് എന്റെ പപ്പയും മമ്മിയും എന്നെ ഒരുപാട് ലാളിച്ച് ഓമനിച്ചാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. എന്റെ മമ്മിയാണെങ്കിൽ ഒരിക്കൽ പോലും എന്നെ പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. മോളെ എന്ന് മാത്രം സംബോധന ചെയ്താണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സ്നേഹങ്ങളും വാത്സല്യങ്ങളും നൽകി തന്നാണ് അവരെന്നെ വളർത്തിയത്. പിന്നെ എനിക്ക് സഹോദരങ്ങൾ ഇല്ലെങ്കിൽ പോലും എന്റെ മാതാപിതാക്കൾ അവരിരുവരും, അവരുടെ 2 പേരുടെ വീട്ടിൽ അവർ 10 സഹോദരങ്ങളുണ്ട്. അപ്പം എനിക്കൊരിക്കലും സഹോദരങ്ങൾ ഇല്ല എന്നുള്ളൊരു ദുഃഖമോ അല്ലെങ്കിൽ മറ്റ് യാതൊരു പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല. വെക്കേഷൻ കാലയളവൊക്കെ ആകുമ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകും. അവര് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. പാടങ്ങളും കുളങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഞങ്ങള് കുട്ടികളെല്ലാവരും കളിച്ച് ചിരിച്ച് വളരെ സന്തോഷമായിട്ട് വളർന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. പിന്നെ ഒരു യാക്കോബായ വിശ്വാസത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥന വളരെ നിർബന്ധമാണ്. ഞങ്ങൾ കുടുംബാംഗങ്ങൾ മമ്മിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും സൺഡേ സ്കൂള്, പള്ളിയിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ചിട്ട ഉണ്ടായിരുന്നു. ആ രീതിയിൽ വളർത്തപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് പള്ളിയുമായിട്ടും സൺഡേ സ്കൂളും ഒക്കെ ആയിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധവും ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ പെരുമ്പാവൂര് ആശ്രമ ഹൈസ്കൂളിലാണ്
ഹൈസ്കൂൾ വിദ്യാഭ്യാസം എല്ലാം ചെയ്തത്. 10ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. തുടർന്ന് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് എടുത്തത്. വിദ്യാഭ്യാസം കാലയളവിലും വളരെ സന്തോഷമായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്കാലം എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ഓർമ്മകളെല്ലാം എനിക്ക് 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ദൈവം എന്നെ നടത്തിയ വഴികളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ആമേൻ. 1993 എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കർത്താവിനെ കണ്ടെത്താനുള്ള സാഹചര്യങ്ങളിലേക്ക് ദൈവം നടത്തിയത്. ഈ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്തെല്ലാം രാത്രി കാലങ്ങളിൽ ഞാൻ സ്വപ്നത്തില് യേശുവിനെ കാണുമായിരുന്നു. സ്വപ്നങ്ങളിലെല്ലാം യേശു കടന്നു വരുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പേരൻസിനെയാണ് ദൈവം എനിക്ക് തന്നത്. എൻ്റെ പപ്പയാണെങ്കിലും വളരെ സ്നേഹത്തോടെ വളരെ ഓമനിച്ചാണ് എന്നെ വളർത്തിയത്. എന്നെ ഇത്രയും ആക്കിയ എൻ്റെ പപ്പയോടുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് എനിക്കുണ്ട്. ഇപ്പോഴും ആ മുഖത്ത് നോക്കുമ്പോൾ ആ ലഭിച്ചതായ കുഞ്ഞുനാളിൽ ലഭിച്ചതായ ആ സ്നേഹവാത്സല്യവും ആ ലാളനയും ലാളിത്യവും ഇപ്പോഴും സിസ്റ്ററിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പലരുടെയും ജീവിതം നിരാശയും ദുഃഖവും ഒക്കെ തളം കെട്ടി നിൽക്കുന്നത് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അവരുടെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ കഷ്ടങ്ങളിലൂടെ തിക്താനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട സമാധാനപരമായ സന്തോഷകരമായ ഒരു ബാല്യം കർത്താവിന്റെ ദാസി അനിതയ്ക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ആ മാതാപിതാക്കന്മാരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ബാല്യകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഓർപ്പിച്ചു. ഇനിയും തുടർന്ന് സിസ്റ്ററിന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് തുടർമാനമായിട്ട് കർത്താവിന്റെ ദാസിക്ക് പറയാനുള്ള അവസരമാണ്. കർത്താവ് സഹായിക്കട്ടെ, പറയാം. ഞാൻ മുമ്പ് ഞാൻ പാസ്റ്ററോട് പറഞ്ഞതുപോലെ ബാല്യം എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിലേക്ക് ഞങ്ങളുടെ ആ സന്തോഷത്തിന്റെ മധ്യത്തിലേക്ക് പെട്ടെന്നാണ് ഒരു ദുരന്തം കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ മമ്മി ഒരു ഹൃദ്രോഗിയായിരുന്നു. തനിക്ക് ഹാർട്ടിന്റെ ഒരു വാൽവ് വർക്ക് ചെയ്യത്തില്ലായിരുന്നു. ഞങ്ങള് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡേറ്റ് എടുത്തതിന് 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മമ്മി 1993 മെയ് 11 തീയതി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന്റെ തലേ ദിവസം, മമ്മി മരിക്കുന്നതിന്റെ തലേ ദിവസം മെയ് 10 തീയതി ഞാനും മമ്മിയും വൈകിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മമ്മി എന്നോട് പറഞ്ഞു, മോളെ നീ ബൈബിൾ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പോയി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. മമ്മിയെ കുറിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മമ്മി യാക്കോബായ പാരമ്പര്യത്തിലാണ് മമ്മി ഉണ്ടായിരുന്നെങ്കിലും താൻ യേശുവിനോട് താൻ പ്രാർത്ഥിക്കുകയും തനിക്ക് പുണ്യവാളന്മാരോടാണ് വിശ്വാസം കൂടുതൽ എങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ബൈബിള് വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളിൽ മമ്മിക്ക് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. താൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ ബൈബിളിൽ തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഈ ബൈബിൾ എടുത്തു കൊണ്ടുപോയി കൊടുത്തു. മമ്മി എന്നോട് അന്ന് വൈകിട്ട് മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ ഞാൻ നിന്നോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്, നീ എനിക്കത് നിവർത്തിച്ച് തരുമെന്ന് വാക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മമ്മി, മമ്മി പറഞ്ഞോളാൻ പറഞ്ഞു. മമ്മി എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാല് നീ ഒരിക്കലും നിന്റെ പപ്പയുടെ ഭവനത്തിലും എൻ്റെ ഭവനത്തിലും ചെന്ന് എൻ്റെ സഹോദരങ്ങളെയോ അവരുടെ സഹോദരങ്ങളെയോ നീ ബുദ്ധിമുട്ടിക്കരുത്. നീ ദൈവവചനത്തിൽ ആശ്രയിക്കണം. ബൈബിള് വായിച്ച് നീ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് വേണം നീ മുന്നോട്ട് പോകാൻ എന്ന് എൻ്റെ മമ്മി എന്നോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മമ്മി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് ഞാൻ മമ്മിയോട് ചോദിച്ചു. മമ്മി പറഞ്ഞു, ഞാൻ അത് പറഞ്ഞേ ഉള്ളൂ, നീ അതിൽ ഞാൻ പറഞ്ഞത് നീ കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ മമ്മിക്ക് വാക്ക് കൊടുത്തു. മമ്മി പറഞ്ഞത് ഞാൻ ചെയ്തോളാം എന്ന് ഞാൻ മമ്മിക്ക് വാക്ക് കൊടുത്തു. അന്ന് മെയ് 11 തീയതി എൻ്റെ പ്രീ ഡിഗ്രിയുടെ എക്സാം തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഞാനിങ്ങനെ വൈകിട്ട് ഞാൻ നന്നായി പഠിച്ച് പിറ്റേന്ന് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ കിച്ചണിൽ
മമ്മിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കിച്ചണിൽ കുറച്ച് ജോലികളെല്ലാം ചെയ്ത് തീർത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇന്ന് രാത്രി നിന്റെ അമ്മ മരിക്കും, നീ പേടിക്കരുത്, നീ ഒറ്റയ്ക്കല്ല, നീ പേടിക്കരുത് എന്നൊരു ശബ്ദം എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ഓർത്ത് എൻ്റെ തോന്നലായിരിക്കും അത്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, എൻ്റെ തോന്നലായിരിക്കും. അപ്പൊ 2-3 പ്രാവശ്യം ഈ ശബ്ദം എൻ്റെ ചെവിയിൽ കേട്ടപ്പം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയോ ധാരണയോ ഒന്നും എനിക്കില്ലാത്തൊരു കാലഘട്ടമായിരുന്നുകൊണ്ട് ഞാനത് പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മെയ് 11-ാം തീയതി രാവിലെ 4 മണിക്ക് ഞാൻ ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പം എൻ്റെ മമ്മി ശ്വാസം കിട്ടാതെ വലിക്കുന്നതാ ഞാൻ കാണുന്നത്. അപ്പോൾ മരണത്തോട് താൻ അടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീട്ടില് ആ സമയത്ത് പപ്പയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ എൻ്റെ ശബ്ദം കേട്ട്, നിലവിളിയുടെ ശബ്ദം കേട്ട് ആ അമ്മ ഓടി വന്നിട്ട് അമ്മ പെട്ടെന്ന് തന്നെ മമ്മിയുടെ വായിൽ വെള്ളം ഇറ്റിച്ചു കൊടുത്തു. എന്നോടും പറഞ്ഞു, മോളെ മമ്മിയുടെ വായിൽ വെള്ളം ഇറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വെള്ളം ഇറ്റിച്ചു കൊടുത്തു. ഞങ്ങളെല്ലാം ആ അമ്മ പ്രാർത്ഥിച്ചു, തനിക്കറിയാവുന്ന പോലെ താൻ പ്രാർത്ഥിച്ചു മമ്മിയെ ഈ ലോകത്ത് നിന്ന് യാത്രയാക്കി. മമ്മിയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് പുറത്തോട്ട് ഒഴുകി വരുന്നത് ഞാൻ കണ്ടു. ഒരു പക്ഷെ അത് എന്നെ ഓർത്തിട്ടുള്ള ദുഃഖമായിരുന്നു എന്ന് എനിക്കറിയില്ല. അതെന്നെ, ആ ഒരു കാര്യം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നീട് തുടർന്നുള്ള എൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഞാൻ പോയത്. പപ്പ ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ പപ്പ തികഞ്ഞ മദ്യപാനിയായി മാറി. എൻ്റെ പപ്പയ്ക്ക് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. തനിക്ക് താൻ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളിലൊന്നും താൻ ശ്രദ്ധിക്കാതെ മുഴുവൻ സമയവും താൻ മദ്യപാനത്തിൽ മാത്രം ചെലവഴിച്ചു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഭവനത്തില്, ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന അമ്മ പിന്നീട് അവിടെ നിന്ന് പോയി. എൻ്റെ ഭവനത്തില് ഞാൻ തികച്ചും ഏകാഗിയായി മാറി. എനിക്ക് ആരോടും മിണ്ടുന്നത് ഇഷ്ടമില്ല, ആരും എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഒറ്റയ്ക്ക്, എല്ലായ്പ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ മമ്മിയുടെ ഈ മരണം എന്നെ കൂടുതൽ സ്പർശിച്ചതുകൊണ്ട് ഞാൻ മുഴുവൻ സമയവും ഞാൻ അതിനെ ഓർത്ത് കരയുകയും വല്ലാതെ ഭാരപ്പെടുകയും ചെയ്തു. പക്ഷെ മമ്മിക്ക് കൊടുത്ത ആ വാക്ക് ആ സമയത്ത് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലും ബൈബിൾ വായിക്കുകയോ, അതിനുശേഷം മമ്മിയുടെ മരണത്തിന് ശേഷം ഞാൻ ഒരിക്കലും ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതെയായി. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒക്ടോബർ 18-ാം തീയതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു. മമ്മി ഇല്ല, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, ഈ ഭൂമിയിൽ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞാൻ തീരുമാനിച്ചു, മരിക്കാം എന്ന് തീരുമാനിച്ചു. ആ സമയത്ത് എനിക്ക് തൂങ്ങി മരിക്കാൻ എനിക്ക് പേടിയാ. വെള്ളത്തിൽ പോയി മരിക്കാന്ന് വെച്ചാൽ നീന്തൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ ഓർത്തു കുറച്ച് മെഡിസിൻസ് ഒക്കെ എങ്ങനെയെങ്കിലും കയ്യിലാക്കിയിട്ട് അങ്ങനെ മെഡിസിൻ കഴിച്ച് മരിക്കാം, കുറെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് മെഡിസിൻ കഴിച്ച് മരിക്കാം എന്നുള്ള ആ തീരുമാനത്തോടും ബോധ്യത്തോടും കൂടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഒക്ടോബർ 18-ാം തീയതി ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നുക, ബൈബിൾ എടുത്തൊന്ന് പ്രാർത്ഥിക്കാം, മരിക്കാൻ പോവുകയാണല്ലോ, ഇനി ഒരു അവസരം ലഭിച്ചെന്ന് വരത്തില്ലല്ലോ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ യെശയ്യാപ്രവചനം 41-ാം അധ്യായം 10-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ വാക്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ വചനം എന്നോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് എന്ന് ആ വചനം എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശക്തീകരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ വചനം ഞാൻ പല ആവർത്തി ഞാൻ വായിച്ചു. ഒത്തിരി സമയം ഞാൻ ആ വചനം വായിച്ചു. ഞാനിങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ വീടിന്റെ പുറത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു, ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ട് ഞാൻ വേഗം തന്നെ ചെന്ന് കതക് തുറന്നു കഴിഞ്ഞപ്പം 3-4 സഹോദരിമാര്, ആന്റിമാര്, അവര് ബൈബിളൊക്കെ മാറോട് ചേർത്ത് പിടിച്ച് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, മോളെ ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി വന്നതാ, ഞങ്ങൾ അകത്തോട്ട് കയറി ഇരുന്നോട്ടെ, മോൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, വിരോധമില്ല, അകത്ത് വന്ന് ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അകത്തോട്ട് കയറി വന്നു. അവരിങ്ങനെ ഞാനും അവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവരെന്നോട് യേശുവിനെ കുറിച്ചും യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചും എല്ലാം അവരെന്നോട് പങ്കുവെച്ചു.
അപ്പൊ അവരിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ഇവരൊന്ന് പോയിട്ട് വേണം എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട്, എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ, എനിക്ക് എൻ്റെ മമ്മിയുടെ അടുത്തോട്ട് പോകണം എന്നാണ് എൻ്റെ ഉള്ളിലെ ചിന്ത മുഴുവനും. അപ്പൊ ഞാൻ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവരെന്നോട് പറഞ്ഞു, ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, യേശു ഇല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകും എന്നവരെന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഞാൻ യേശു ഇല്ലാത്ത ഒരാളല്ലേ, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാറില്ല, യേശുവിനെ എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ബൈബിൾ പോലും ഞാൻ വായിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഞാൻ സ്വർഗത്തിൽ പോകുമോ, എൻ്റെ യാത്ര നരകത്തിലേക്കായിരിക്കില്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ആന്റി എന്നോട് ചോദിച്ചു, മോൾക്ക് യേശുവിനെ കുറിച്ച് അറിയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൺഡേ സ്കൂളിലൊക്കെ പോയപ്പോ ഞാൻ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. തുടർന്ന് യേശുവിനെ കുറിച്ചുള്ള രക്ഷയെക്കുറിച്ചും, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണെന്ന് ആ ആന്റി പറയുകയും, തുടർന്ന് അതിനുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, യേശുവിന് ജീവിതം കൊടുക്കുവാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാ, യേശുവിനെ എനിക്ക് ഇഷ്ടമാ, എനിക്ക് ജീവിതം കൊടുക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ആന്റി എനിക്ക് രക്ഷയുടെ വചനങ്ങളൊക്കെ ചൊല്ലിത്തന്നു. ഞാൻ ആ പ്രാർത്ഥനയും ഏറ്റു ചൊല്ലി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, ഇന്ന് ഒക്ടോബർ 18 മോൾ ഈ ദിവസം മോളുടെ ബൈബിളിൽ എഴുതി വെക്കണം. കാരണം ഇന്ന് നിന്നെ ദൈവം രക്ഷിച്ച ദിവസാ, നീ നിന്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്ത ദിവസമാ, ഇനി യേശുവിന് വേണ്ടി ജീവിക്കണം. ഞങ്ങളിവിടെ ഒന്നാം മൈൽ എന്ന സ്ഥലത്തു നിന്നാണ് അവര് വന്നിരിക്കുന്നത്, IPC ചർച്ചിനുള്ള ബന്ധത്തിൽ. അപ്പം ആ ചർച്ചിലേക്ക് മോൾക്ക് കടന്നു വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മോള് കടന്നു വരണം, പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ആന്റിയോട് പറഞ്ഞു, ആന്റി, ഞാൻ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നാളെ നിങ്ങൾ എന്നെ കാണുകയില്ല. ഞാൻ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്, എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള യാത്രയിൽ അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ച്, ഇന്ന് അവിടെ ആ കൃത്യസമയത്ത് ദൈവം അവരെ എൻ്റെ അടുത്ത് എത്തിച്ചതിലുള്ള ആ സന്തോഷത്തോടു കൂടി അവര് ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരവിടെ നിന്ന് പോയത്. അവരെന്നെ IPC ചർച്ചിലേക്ക്, എന്നെ ഒന്നാം മൈൽ IPC ചർച്ചിലേക്ക് എന്നെ ക്ഷണിച്ചുവെങ്കിലും ഞാൻ പിന്നെ പോയില്ല. അവിടെ പോകാത്തതിന്റെ കാരണം എൻ്റെ മമ്മിയുടെ ഒരു ബ്രദറ് താൻ പെരുമാനി ചർച്ചിലെ പുരോഹിതനായിരുന്നു, IPC ചർച്ചിലെ പാസ്റ്ററായിട്ട് ഇന്ന് താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുരോഹിതനായിരുന്ന എൻ്റെ മമ്മിയുടെ ആങ്ങള ദൈവത്തിന്റെ സുവിശേഷം കേട്ട്, സത്യസുവിശേഷം എന്തെന്ന് അറിഞ്ഞ് ആ സഭയിൽ നിന്ന്, യാക്കോബായ സഭയിൽ നിന്ന് ആ പുരോഹിതന്റെ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് താൻ പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്ററായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പുരോഹിതൻ കുപ്പായ എല്ലാം ഊരി പെന്തക്കോസ്റ്റി പോയി എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലെല്ലാം വളരെ ഒരു വാർത്തയായിരിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയുടെ ബ്രദറിന് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള ഒരു അനുവാദം എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. താൻ ഞങ്ങളോട് വളരെ സ്നേഹത്തോടും ഞങ്ങൾ തന്നോടും വളരെ സ്നേഹത്തോടു കൂടെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അങ്കിളിന്റെ വിവാഹം കഴിഞ്ഞു. താൻ ആന്റിയുമായിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ആന്റിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെന്തക്കോസ്താരി ഒരു ആന്റിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. കഴുത്തിലും കാതിലും ഒന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും തനിക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. അപ്പം തന്നെ ആദ്യമായിട്ട് കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ആന്റിയുടെ കൂടെ ഞാൻ IPC ചർച്ചിൽ ആരാധനയ്ക്ക് പോവുകയാണ്. ഈ ഒന്നാം മൈൽ IPC ചർച്ചിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പം അവിടുത്തെ ആരാധനാ രീതികളൊക്കെ കണ്ടപ്പം എന്താണെന്ന് അറിയില്ല, ഞാൻ അവിടെ കടന്നു ചെന്നു. അവിടുത്തെ പാട്ട്, പ്രാർത്ഥന, ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് അന്ന് എനിക്ക് സാധിച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോ മുതൽ അവിടെ നിന്ന് പോരുന്നത് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ കരഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിയില്ല, പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത്. അപ്പൊ ഈ ആന്റിമാർ എന്നെ വിളിച്ചപ്പം അങ്ങോട്ട് പോകാൻ എനിക്കൊരു പേടി. കാരണം ഇനിയും അവിടെ ചെന്നിട്ട് ഇതുപോലെ കരയണ ഒരു അവസ്ഥയാണോ വരുന്നത്, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നീട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മറന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെതായ വിദ്യാഭ്യാസവും മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് 1995 ഓഗസ്റ്റ് 5 എൻ്റെ പപ്പ വീണ്ടും വിവാഹിതനാകുന്നു.
ഞങ്ങളുടെ ജീവിതത്തില് അതുവരെയും എൻ്റെ മമ്മിയും എൻ്റെ പപ്പയും ഞാനും മാത്രമായിരുന്ന ആ ഒരു ലോകത്തിലേക്ക് വേറെ ഒരാളും കൂടെ കടന്നു വന്നു. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യകാലങ്ങള് വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസങ്ങളുമായിരുന്നു. ഞങ്ങൾ തമ്മില് ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും വഴക്കുകളായി. പിന്നെ പപ്പയുടെ മദ്യപാനം അതിന് പ്രധാനമായിട്ട് വഴക്കുകൾ ഉണ്ടാകാനായിട്ട് പ്രധാനമായിട്ട് ഒരു കാരണമായി തീർന്നു. അങ്ങനെ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടില് ഒരു വലിയ വഴക്കുണ്ടാകാനിടയായി. ആ വഴക്കുണ്ടായി ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അത്രയ്ക്ക് ദേഷ്യം എനിക്ക് വരും. പാത്രങ്ങളൊക്കെ ഞാൻ എറിയും. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഈ സ്വഭാവത്തില് എൻ്റെ അമ്മയും ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം വന്നു കഴിഞ്ഞപ്പം എൻ്റെ പപ്പ എന്നെ ഒരു ഹോസ്റ്റലിലോട്ട് മാറ്റി. അപ്പൊ ഞാൻ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് പപ്പയായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അന്ന് ഇതുപോലെ ഫോൺ സൗകര്യങ്ങളും ഒന്നും ഇല്ല. നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ വരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വേർപാട് എന്റെയും എൻ്റെ പപ്പയുടെയും ജീവിതത്തിൽ വന്നു. താൻ ആ സമയത്ത് ഗൾഫിൽ പോകുവാൻ വേണ്ടിയിട്ട് ബോംബെയിലേക്ക് പോയി തനിക്ക് ഗൾഫിന് പോകേണ്ട ആ ഡേറ്റ് ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന ആ സമയത്തിന് തൊട്ടു മുമ്പായിട്ട് പപ്പയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞാൻ ഈ ഹോസ്റ്റലിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ ദേഹത്തേക്ക് ഒരു കറുത്ത പട്ടി, ഒരു മനുഷ്യന്റെ അത്രയും വലിപ്പമുള്ള ഒരു കറുത്ത പട്ടി എൻ്റെ നേരെ ചാടി വീഴുന്നതായിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ഞാൻ തലയിലൂടെ ഈ പുതപ്പ് ഇങ്ങനെ വലിച്ച് ഇട്ടിട്ട് ഞാൻ അവിടെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുമ്പം എന്നോട് ഇങ്ങനെ ആദ്യം മമ്മി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കേട്ട അതേ ശബ്ദം തന്നെ വീണ്ടും എൻ്റെ ചെവിയിൽ കേട്ടു. ഇന്ന് നിന്റെ പപ്പയ്ക്ക് വേണ്ടി നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, പപ്പയുടെ ജീവന് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി. അപ്പൊ ഈ സമയത്ത് ഞാൻ ഓർത്തു, അന്ന് മമ്മി മരിച്ചപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ശബ്ദം ഞാൻ കേട്ടല്ലോ, അത് സത്യമായി തീർന്നല്ലോ, ഇതും സത്യമായാലോ. ഞാൻ വേഗം തന്നെ എഴുന്നേറ്റ് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കരുത്, എനിക്ക് ഭൂമിയിൽ വേറെ ആരുമില്ല, അപ്പൊ എൻ്റെ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കരുത്, ജീവൻ ഒന്നും സംഭവിക്കരുത്, എൻ്റെ പപ്പയെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു തരണം. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം രാവിലെ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ കസിൻ, പപ്പയുടെ അനിയന്റെ മകൻ, നോബി എന്നാണ് തന്റെ പേര്, ഞങ്ങൾ ഏകദേശം സമപ്രായക്കാരാ. തന്റെ പിതാവ് വളരെ മദ്യപാനിയാണ്, കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, വഴക്കും അങ്ങനെയുള്ള ബഹളങ്ങളും ഒക്കെയാണ്. ഒരു മദ്യപാനിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പൊ അതുപോലെ ദുരിതപൂർണമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് താനും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യും. എൻ്റെ മമ്മിയുടെ മരണശേഷം ഇടയ്ക്കൊക്കെ താൻ എൻ്റെ അടുത്ത് വരികയും ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും താൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ എനിക്ക് പാട്ടൊക്കെ പാടി തന്ന് എന്നെ ഇങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് താൻ നയിക്കുമായിരുന്നു. താൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നോട്, ഞങ്ങളിങ്ങനെ ബസ്സിൽ യാത്രയായി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നോബിയോട് ഇങ്ങനെ എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് തന്നോട് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. നിന്റെ പപ്പയ്ക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് എന്താ സംഭവിക്കാന്ന് അറിയില്ല, വളരെ സീരിയസ് ആയിട്ട് താൻ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, ആ വാർത്ത അറിഞ്ഞാണ് നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇന്നലെ ഞാൻ കേട്ട ശബ്ദം ഇനി പപ്പ മരിക്കുവോ എന്നുള്ളൊരു ഭയം, വല്ലാത്തൊരു ഭയം എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ ആ തറവാട് വീട്ടിൽ വന്നു. ഞാൻ ആരെയും നോക്കിയില്ല, വീട്ടിൽ കുറെ ആളുകളൊക്കെ ഉണ്ട്, ഞാൻ ആരെയും നോക്കിയില്ല. ഞങ്ങളുടെ വീടിന്റെ ഹാളിലേക്ക് ഞാൻ ചെന്നിട്ട് പായ നിവർത്തിയിട്ടിട്ട് ഞാൻ ബൈബിള് കയ്യിലെടുത്തു. ഞാൻ ആ ബൈബിള് തുറന്നു. 43 അന്നും എൻ്റെ കയ്യിൽ എനിക്ക് വായിക്കാൻ വേണ്ടി കിട്ടിയത് യെശയ്യാപ്രവചനം 41 അധ്യായം 10 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വാക്യം ഞാൻ വീണ്ടും 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 ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം എനിക്ക് ബോധ്യമായി, ദൈവം ഒന്നും വരുത്തത്തില്ല, എൻ്റെ പപ്പയെ ദൈവം സുഖമാക്കും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി.
അങ്ങനെ ഞങ്ങള് പിന്നീട് ദൈവം പപ്പയെ വിടുവിച്ചു. 18 ദിവസം കഴിഞ്ഞിട്ടാണ് പപ്പയെ നേരിൽ കാണുവാനായിട്ടുള്ളൊരു അവസരമുണ്ടായത്. താൻ വളരെ ആരോഗ്യത്തോടുകൂടെ സൗഖ്യത്തോടെ സുഖമായി താൻ ഭവനത്തിലെത്തി. ഈ ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചു. ജീവനുള്ള ദൈവം ഉണ്ടോ? ആ ദൈവമാണോ എന്നോട് സംസാരിച്ചത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ളൊരു ദൈവവാക്യമാണ്. അപ്പൊ ആ ദൈവമാണോ എന്നോട് സംസാരിച്ചത് എന്നുള്ളൊരു ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെയായിരുന്നു. എൻ്റെ ഉള്ളിൽ ബൈബിള് വായിക്കാനായിട്ട് ഭയങ്കരമായ താല്പര്യവും ആഗ്രഹവും വന്ന് ഞാൻ അങ്ങനെ തുടർമാനമായിട്ട് ഞാൻ ബൈബിൾ വായിക്കുവാൻ ആരംഭിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ബൈബിള് വായിക്കുമ്പം ഓരോ വാക്യങ്ങളും എന്നോട് ഇടപെടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അബ്രഹാമിനെ ദൈവം വിളിച്ചതുപോലെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, നീ നിന്റെ പൃഥുഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ള ഈ വാക്യം പല പ്രാവശ്യം എൻ്റെ ആത്മാവിൽ എന്നോട് ഇടപെട്ടപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ ദൈവമേ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പെന്തക്കോസ്തിൽ ചേരണമെന്നാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്തിൽ ചേരണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണെന്ന് എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം എനിക്കത് വ്യക്തമായിട്ട് എനിക്ക് തെളിയിച്ചു തരണം. പിന്നെയും ഞാനിങ്ങനെ ബൈബിൾ വായിക്കുമ്പം റോമാലേഖനത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും, പിന്നീട് സ്നാനപ്പെടണം, ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങൾ ആദ്യം പെരുമ്പാവൂര് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട് ഞങ്ങൾ വിറ്റിട്ട് ഞങ്ങൾ കുറുപ്പമ്പടി ഐമുറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ വീട് പണിയോടുള്ള ബന്ധത്തില് ഞങ്ങൾക്ക് സ്ഥലം തന്ന ആ ഒരു അപ്പച്ചന്റെ വീട്ടില് ആണ് ഞങ്ങൾ വാടകയ്ക്ക് കുറച്ച് നാൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടില് ഒരു ചേച്ചി, ആ അപ്പച്ചന്റെ മകള് ലിസ എന്നാണ് ആ ചേച്ചിയുടെ പേര്. താൻ ഒരു ദിവസം ഞാനിങ്ങനെ തുടർമാനമായിട്ട് ബൈബിള് വായിക്കുകയൊക്കെ ചെയ്യുന്നത്, ഞാനിങ്ങനെ വീടിന്റെ തിണ്ണയിൽ ഇരുന്നിട്ടാണ് ഈ ബൈബിള് വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ബൈബിൾ ഉണ്ടാകും. അപ്പൊ താൻ അത് കണ്ടിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ എപ്പോഴും ബൈബിളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലോട്ടൊന്ന് വാ. ഞാൻ ചോദിച്ചു, ഏത് ചർച്ചാ? പെന്തക്കോസ്ത് ചർച്ചാണ്, ഷാരോൺ ചർച്ച് എന്നാണ് അതിന്റെ പേര്, താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശരി ഞാൻ വരാം, ഈ ഞായറാഴ്ച ഞാൻ വരാം എന്ന് പറഞ്ഞ് പിറ്റേ ഞായറാഴ്ച, എനിക്ക് വഴിയൊന്നും അറിയത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞായറാഴ്ച പെരുമ്പാവൂര് ചർച്ചിൽ ഞങ്ങളുടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നുള്ള ഭാവത്തില് ഞാൻ ഒരുങ്ങി ഞാൻ അവിടേക്ക് ഇറങ്ങി. എനിക്ക് സ്ഥലം അറിയത്തില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയാൻ വയ്യാതെ ഞാനിങ്ങനെ അവിടെ കുറുപ്പമ്പടിയിൽ ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബൈബിളൊക്കെ പിടിച്ചൊരു സഹോദരൻ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ സഹോദരനോട് ഞാൻ ചോദിച്ചു, കുറുപ്പമ്പടി ഷാരോൺ ചർച്ച് അറിയോ, എവിടെയാണെന്നറിയോ, വഴി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ടുള്ളതാ, എൻ്റെ കൂടെ പോരെ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് നടക്കണം, കുറച്ച് കാടൊക്കെയുള്ള റബ്ബറും തോട്ടമൊക്കെയുള്ള ആ റബ്ബറും തോട്ടത്തിന്റെ നടുവിലൂടെയാണ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് പേടിയായി, ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാ പോകുന്നത് എന്നോർത്ത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളില് ഈ ശബ്ദം പിന്നെയും കേൾക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ഞാൻ ആ ചർച്ചിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോ ചർച്ച് നിറച്ച് ആളുകളുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ ദൈവത്തെ ആരാധന തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കുന്നു. എനിക്ക് ഒരു പ്രത്യേക ഒരു എനിക്കറിയില്ല, എന്തോ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം, ഒരു സന്തോഷം എന്നെ ഇങ്ങനെ മൂടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ ചെന്ന് ഏകദേശം മിഡിലായിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ചെന്നിരുന്നപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞു, പുതിയൊരു മകൾ ഇവിടെ വന്നിട്ടുണ്ട്, തനിക്ക് തന്നെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ എന്നെ ആ ദൈവസഭയിൽ പരിചയപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പം ചർച്ചിലുള്ള എല്ലാവരും വന്ന് എൻ്റെ ചുറ്റും അങ്ങ് കൂടി. എൻ്റെ ചുറ്റും കൂടിയിട്ട് അവരെന്നോട് ഭയങ്കര സ്നേഹത്തോടു കൂടെ എന്നോട് എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ മമ്മിയുടെ മരണത്തിന് ശേഷം അത്രയും ഊഷ്മളമായിട്ടുള്ള ഒരു സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് ആ ഒരു കൂട്ടായ്മയിലാണ്. അവരെല്ലാവരും എന്നെ മോളേന്ന് വിളിക്കുന്നു, എന്നോട് എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യത്തോടു കൂടെ ചോദിക്കുന്നു. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന്
മടങ്ങിപ്പോരുന്നത്. ഇതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ ലിസ എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലേക്ക് പാസ്റ്റർ പോകുന്ന സമയത്ത് വഴിയിൽ നിന്നിട്ട് എന്നോട് സംസാരിക്കും. അപ്പം എൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പോയി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. പക്ഷെ പാസ്റ്റർ എന്നോട് സംസാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോകും. അപ്പം ഞാനിങ്ങനെ മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഞാൻ എങ്ങനെയെങ്കിലും പെന്തക്കോസ്ത് ചർച്ചിൽ പോകും. ബാക്കി 3 ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകും. പിന്നെ അതിന്റെ എണ്ണം കുറഞ്ഞു വന്നു. ഈ സമയത്തെല്ലാം ഞാൻ ബൈബിള് വായിക്കുകയും എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ ഞാൻ ഈ പാസ്റ്ററോട് ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 1995 96 അവസാനിക്കാറായപ്പോ അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനത്തെക്കുറിച്ചൊന്നും സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം, സ്നാനപ്പെടണമെന്നറിയാം. പക്ഷെ പിന്നീട് എൻ്റെ മുന്നിൽ തടസ്സമായി വന്ന ഒരു കാര്യം എൻ്റെ ആഭരണമാണ്. എനിക്ക് നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. പപ്പ എനിക്ക് ഓരോ സമയത്തും എനിക്ക് ഓരോ ബർത്ത്ഡേയുടെ സമയത്തും പപ്പ എനിക്ക് ആഭരണം മേടിച്ചു തരുമായിരുന്നു. അപ്പൊ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പലതും ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇത് ഊരി വെച്ചിട്ട് ഞാൻ കണ്ണാടി നോക്കും. ഞാൻ അങ്ങനെ ഊരി എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ, ആഭരണം ഇല്ലാതിരിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നോക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും സ്നാനപ്പെടാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പല കാര്യങ്ങളെക്കുറിച്ചും എന്നോട് സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം എന്നോട് സംസാരിക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത്, തുടർന്ന് ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ കർത്താവ് എന്നോട് മുന്നേ കൂട്ടി സംസാരിക്കും. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി, യേശുവിൽ ഭയങ്കര വിശ്വാസമായി. ഞാൻ പിന്നീട് എൻ്റെ ഓരോ ദിവസങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മമ്മിയോട് ഞാൻ എങ്ങനെ ഷെയർ ചെയ്തുവോ അതുപോലെ ഞാൻ യേശു കർത്താവിനോട് എൻ്റെ കാര്യങ്ങൾ ഓരോന്നും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കർത്താവിനോട് പെർമിഷൻ ചോദിക്കും. യേശുവേ ഞാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ കർത്താവെ വരണം. കടയിൽ ചെന്ന് എനിക്കൊരു സാധനം സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അതും ദൈവത്തിനോട് ഞാൻ ചോദിക്കും, കർത്താവ് ഇന്ന കാര്യം നീ എനിക്ക് നല്ലതായിട്ട് എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവവുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് പാസ്റ്ററെ. അപ്പോ ഞാനിങ്ങനെ ആ ഇടയിലും അല്ല വഴിയിലും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ചാച്ചൻ, എൻ്റെ മമ്മിയുടെ ആങ്ങള, താൻ പെരുമ്പാവൂര് വന്ന് അങ്കമാലി കരയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത് IPCയോടുള്ള ബന്ധത്തില്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സൺഡേയിലും സാറ്റർഡേ വൈകിട്ട് ഞാൻ ചാച്ചന്റെ അടുത്ത് പോകും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ദൈവത്തെ ആരാധിക്കാം. വേറെ ആരും അറിയത്തില്ല ഞാനിങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിലാ പോകുന്നതെന്നുള്ള ആരും അറിയുകയുമില്ല. അപ്പൊ ഞാനിങ്ങനെ അവിടെ ആരാധനയ്ക്ക് പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഓരോ ഉപവാസ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ വരുന്ന എല്ലാ ദൈവദാസന്മാരും എൻ്റെ തലയെ കൈവച്ചിട്ട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഞാൻ എവിടെ പോയാലും ഞാൻ നോക്കുന്ന സ്ഥലത്ത് ബസ്സിൽ കയറിയാൽ അവിടെ ഞാൻ കാണും ഈ വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഞാൻ എവിടെ നോക്കുന്നു, എൻ്റെ ഉള്ളിൽ എപ്പോ ഭയം തോന്നുന്നു ആ സമയത്ത് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വാക്യം ഇതായിരിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം എനിക്കൊരു ദർശനം തന്നു. ആ ദർശനം ഇങ്ങനെയാ, ഒരു വലിയ ഒരു ശബ്ദം ഉണ്ടാകുന്നു, ഭയങ്കര മുഴക്കമുള്ള ഒരു ശബ്ദം ഉണ്ടായിട്ട് ഞാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് ദൂതന്മാരും യേശുവും വരുന്നു. അപ്പൊ ഭയങ്കര പ്രകാശം അവിടെ മുഴുവനും, യേശുവും ദൂതന്മാരും വരുന്ന സമയത്ത് എൻ്റെ അടുത്ത വീട്ടിൽ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലുള്ളവർക്ക് ഞാൻ നോക്കുമ്പോൾ അവരെല്ലാം പൊങ്ങിപ്പോകുക. അപ്പം ഞാൻ ഓടി ഞങ്ങളുടെ പള്ളിയിലെ സെമിത്തേരിയിലോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ കല്ലറയൊക്കെ തുറന്നു കിടക്കുന്ന ആളുകൾ പോകുന്നു, ഞാൻ മാത്രം പോകുന്നില്ല, ഞാൻ മാത്രം ഭൂമിയിൽ നിൽക്കുക. ഞാൻ കർത്താവിനോട് ഇതെന്താ ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ, ഇങ്ങനെ ഒരു ദർശനം ഞാൻ കാണാൻ എന്താ കാരണം? എനിക്ക് എത്ര ആലോചിച്ചിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. ഞാൻ ഞങ്ങളുടെ പാസ്റ്റർ വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, എന്താണ് പാസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം? അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ അത് കർത്താവിന്റെ ഒരു മടങ്ങി വരവാണ്, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി യേശുക്രിസ്തു രണ്ടാമത് വരുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ ആ വരവിങ്കില് യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, അപ്പൊ ഞാൻ പോയില്ലേ? മോള് പോയില്ല എന്നാണല്ലോ കണ്ടത്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം, ദൈവവചന പ്രകാരം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം എന്ന് പറഞ്ഞു. ഇത് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അപ്പൊ ഞാൻ
ഒരു ദിവസം ഞാൻ വരുന്ന വഴിയിൽ ഞങ്ങളുടെ പള്ളിയിൽ ഈ ഷാരോൺ ചർച്ചിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു ആന്റി ഉണ്ട്. ആ ആന്റിയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടപ്പോ ആന്റി എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് ഈ ലോകവും ഉണ്ടാകത്തില്ല, ആ ലോകവും ഉണ്ടാകത്തില്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നീ മരിച്ച് നീ നരകത്തിൽ പോകും. അതുകൊണ്ട് നീ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കണം എന്ന് താൻ എന്നോട് പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളും ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് എന്റെ പപ്പയ്ക്ക് പല പ്രാവശ്യം നെഞ്ചുവേദന വരും, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയാണ്. അപ്പം അതിന് തൊട്ട് മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു അറ്റാക്ക് കൂടെ തനിക്കുണ്ടായാൽ താൻ മരിക്കും, ജീവനോടെ അധികം കാലം മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അതും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തിനോട് ഇങ്ങനെ യേശുവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് രാത്രി പപ്പയ്ക്ക് നെഞ്ചുവേദന ആരംഭിച്ചു. അപ്പൊ ഈ നെഞ്ചുവേദന വരുമ്പം കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്, തനിക്ക് അത് കൊടുത്തിട്ട് ഞാൻ വേഗം പ്രാർത്ഥിക്കാൻ വേണ്ടി പായ നിവർത്തിയിട്ടു. ഞാൻ പായലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ കാണുക, സ്വർഗത്തിൽ നിന്ന് ഒരു പ്രകാശം ഇങ്ങനെ ഒഴുകി എൻ്റെ തലയിലേക്ക് ഇങ്ങനെ വരുക. അത് നമ്മുടെ തലയിൽ ഒരു എണ്ണ മറിഞ്ഞാൽ ആ എണ്ണ എപ്രകാരം നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങുമോ അതുപോലെ ആ പ്രകാശം എന്നിലൂടെ ഒഴുകിയിറങ്ങി ആ പ്രകാശത്തിൽ ഞാനിങ്ങനെ മുങ്ങി നിൽക്കുക. അങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യേശു കാൽവറി ക്രൂശിൽ കിടക്കുന്ന ആ ദർശനം ഞാനിങ്ങനെ കാണുക. യേശുവിന്റെ മുറിപ്പാടുകളെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് അത് കാണാം. ഓരോ മുറിപ്പാടിൽ നിന്നും രക്തത്തുള്ളികൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവസാനം യേശുവിന്റെ വിലാപ്പുറത്ത് നിന്ന് ഒരു തുള്ളി രക്തം ബാക്കി ഉണ്ടായിരുന്നത് അതും വീണ് കഴിഞ്ഞപ്പോൾ യേശു എന്നോട് ചോദിക്കുക, മകളെ ചങ്കിലെ ചോര തന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ എന്തുകൊണ്ടാണ് എൻ്റെ സ്നേഹം തിരിച്ചറിയാത്തതെന്ന്. അപ്പൊ ഞാൻ യേശുവിനോട് പറയുന്ന ഒരു കാര്യം, യേശുവേ എനിക്ക് എൻ്റെ പപ്പയുടെ ജീവിതം എനിക്ക് തിരിച്ചു തരണം. എനിക്ക് എൻ്റെ പപ്പയില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. പപ്പ ഇല്ലെങ്കിൽ ഞാൻ അനാഥയായി പോകും. അതുകൊണ്ട് എൻ്റെ പപ്പയ്ക്കൊന്നും സംഭവിക്കരുത്, നീ എനിക്ക് എൻ്റെ പപ്പയുടെ ജീവിതം എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറയാം. അപ്പോഴും കർത്താവ് വീണ്ടും പത്രോസിനോട് ദൈവം ചോദിച്ചതുപോലെ 3 പ്രാവശ്യം യേശു എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ചോളാം, ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ് കർത്താവേ എന്ന് ഞാൻ ദൈവത്തിനോട് വാക്ക് പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയ്ക്കൊന്നും സംഭവിക്കരുത്, എൻ്റെ പപ്പയുടെ ജീവനെ നീ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് എന്നോട് പറഞ്ഞു, ഹിസ്കിയ രാജാവിന്റെ ആയുസ്സിനെ 15 സംവത്സരം നീട്ടിയതുപോലെ ഞാൻ നിന്റെ പിതാവിന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂടെ ദീർഘമാക്കുന്നു എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ ഈ ഹിസ്കിയ രാജാവിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്ര വ്യക്തമായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ പാസ്റ്റർ യാദൃച്ഛികം അവിടെ കടന്നു വന്നു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ പാസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ ഇത്ര പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം വരാനായിട്ട് കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു, അതില് ദൈവം എന്നോട് പറഞ്ഞു, ഹിസ്കിയ രാജാവിന്റെ ആയുസിനെ പോലെ എൻ്റെ പിതാവിന്റെ ആയുസിനെ 15 വർഷം കൂടെ ദൈവം നീട്ടി തന്നു എന്ന്. അപ്പം യേശുവിന് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ എനിക്ക് സ്നാനപ്പെടണം, എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്നോട് ഒരു, മോള് സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് അങ്ങനെ വരാറില്ലല്ലോ, അപ്പം മോള് കുറച്ച് ദിവസം ആരാധനയ്ക്ക് വാ, നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നു. ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു പോയി എനിക്ക് സ്നാനപ്പെടണം, പെട്ടെന്ന് തന്നെ എനിക്ക് സ്നാനപ്പെടണം, അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ഞാൻ വേഗം തന്നെ എൻ്റെ ചാച്ചന്റെ വീട്ടിലേക്ക്, എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. ചാച്ചൻ പാസ്റ്റർ ആണല്ലോ. അപ്പൊ ഞാൻ ചാച്ചനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ചാച്ച ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ചാച്ചൻ പറഞ്ഞു, ദൈവം നിനക്ക് കാണിച്ചു തന്ന ദർശനമാണ്, നീ അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിനക്ക് സ്നാനം തരാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ ആ ചർച്ചിൽ തുടർമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചാച്ചൻ എന്നോട് പറഞ്ഞു, ഈ തൃശ്ശൂര് മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് മത്തായി എന്നറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. താൻ എല്ലാ വർഷവും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ നടത്തും. അപ്പൊ ആ പ്രാർത്ഥന നമുക്കൊന്ന് പങ്കെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാനും ചാച്ചനും ആന്റിയും കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ മുടിക്കോട് ദൈവസഭയില് ഉപവാസ പ്രാർത്ഥന കൂടാൻ വേണ്ടി കടന്നു പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ വെള്ളത്തിൽ സ്നാനപ്പെടുന്നതിന് മുന്നമേ തന്നെ പരിശുദ്ധാത്മാവിൽ ദൈവം എന്നെ സ്നാനപ്പെടുത്തുവാനിടയായി. ഞാൻ അന്യഭാഷയില്
ഞാൻ വളരെ ഉച്ചത്തില് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന സ്നാനപ്പെടുവാനുണ്ടായിരുന്ന എല്ലാ ഭയവും എല്ലാം മാറിയിട്ട് ഭയങ്കര ഒരു ധൈര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ സ്നാനപ്പെടുവാനുള്ള ആ തീരുമാനത്തില് ഞാൻ വീട്ടിൽ വന്നു. പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ ഞാനിങ്ങനെ സ്നാനപ്പെടുവാണ്. 1997 ഏപ്രിൽ മാസം 27-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. പെന്തക്കോസ്തിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചു എന്ന്. അപ്പൊ പപ്പ എന്നോട് ചോദിച്ചു, പെന്തക്കോസ്തിൽ ചേരാൻ വേണ്ടി നീ തീരുമാനിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തിൽ ചേരാൻ വേണ്ടി അല്ല തീരുമാനിച്ചത്, കർത്താവിനോട് ചേരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. പപ്പ പിന്നെ ഒന്നും പറഞ്ഞില്ല, യാതൊരു എതിർപ്പും പറഞ്ഞില്ല. പപ്പ ഒന്നും മിണ്ടിയില്ല. ഞാൻ പപ്പയോട് പറഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഞാൻ പോയി. എൻ്റെ ഭയങ്കര ഒരാഗ്രഹമായിരുന്നു യേശു സ്നാനപ്പെട്ടതുപോലെ പുഴയിൽ സ്നാനപ്പെടണം എന്നുള്ളത്. അങ്ങനെ അങ്കമാലിയിൽ നിന്ന് ഞങ്ങള് കാലടി പുഴയിൽ വന്ന് ഞാൻ സ്നാനപ്പെട്ടു. എൻ്റെ കൂടെ സ്നാനപ്പെടാനായിട്ട് 3 കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും സ്നാനപ്പെട്ട് ആദ്യമായിട്ട് കർത്തൃമേശ സ്വീകരിച്ചു. ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പം എൻ്റെ ദൈവം എനിക്ക് തന്ന വാക്ക് ദൈവം പാലിച്ചു. 15 വർഷമാണ് എൻ്റെ പപ്പയുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി തന്നത്. പക്ഷെ ഇന്ന് എൻ്റെ പപ്പ ഇന്നും ജീവനോട് കൂടെ ഇരിക്കുന്നു. 26 വർഷമായി. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് പപ്പയ്ക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഞങ്ങള് LF-ൽ പോയി. LF-ൽ ചെന്ന് കഴിഞ്ഞപ്പം എന്താ തനിക്ക് രോഗം എന്നറിയത്തില്ല, ശ്വാസം മുട്ട്, വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടിയാണ് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു സ്കാൻ ചെയ്യണം, ECG എടുക്കണം. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്തു. ആ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർമാർ ചോദിച്ചു, തനിക്കൊരു മേജർ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ, ഈ മനുഷ്യൻ ഇന്നും ജീവനോടെ ഇരിക്കേണ്ട ഒരാളല്ലല്ലോ, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അറ്റാക്ക് ഉണ്ടായതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്, ഇപ്പോഴും തനിക്ക് ഒരു കുഴപ്പമില്ല, തന്റെ ഹൃദയം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ECG എപ്പോൾ എടുത്താലും, ഏത് സമയത്ത് ECG എടുത്താലും തന്റെ ECGയില് ആ അറ്റാക്കിന്റെ ഒരു വേരിയേഷൻ വളരെ വ്യക്തമായിട്ട് കാണിക്കുവാൻ. അത് ഞങ്ങള് LF-ൽ മാത്രമല്ല, പിന്നീട് 2-3 പ്രാവശ്യം കൂടെ പപ്പയെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും ഈ ഒരു വേരിയേഷൻ എല്ലാ ECGയിലും കാണാനായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാണ് എൻ്റെ പപ്പയെ ദൈവം വിടുവിച്ചതാ. ഈ ഒരു സംഭവം, ഈ ഒരു ECGയിലുള്ള ഈ വേരിയേഷൻ ഒന്നും കൂടെ എന്നെ ഉറപ്പിച്ചു. കാരണം അന്ന് ദൈവം എന്നോട് പറഞ്ഞ കാര്യം, അത് ദൈവം എൻ്റെ പപ്പയ്ക്ക് നീട്ടിക്കൊടുത്ത ആയുസ്സാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ പിന്നെയും ദൈവം തന്നെ എന്നെ ഉറപ്പിച്ചു. അങ്ങനെ ഓരോ ദിവസവും ദൈവം എന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ കാര്യം ഞാൻ ഓർക്കും, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ദൃഢമായ ഉറപ്പിലേക്കും വിശ്വാസത്തിലേക്കും ഞാൻ പോയി. സ്നാനപ്പെട്ടതിന് ശേഷം ഭയങ്കര പ്രതികൂലമായിരുന്നു. സ്നാനപ്പെട്ടതോടുകൂടി എല്ലാം അവസാനിച്ചില്ല. ശാന്തവും സ്വസ്ഥവും സുഖവുമായില്ല ജീവിതം. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതികൂലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ അന്തരീക്ഷം ഒന്നും കൂടെ മോശമായി, ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരു തരത്തിലും എനിക്ക് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിലവാരങ്ങളൊക്കെ വന്നപ്പം രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ നീ ഒരു സമാധാനം തരണമേ, എൻ്റെ സ്വഭാവത്തെ ദൈവം രൂപാന്തരപ്പെടുത്തണം. ഈ ഭയങ്കരമായിട്ടുള്ള ഈ കോപ സ്വഭാവം എത്ര ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഉള്ള ആ സ്വഭാവം ഇത് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ കർത്താവേ. ഈ സ്നാനപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. തിരുവചനം വായിക്കുമ്പം ഓരോരോ വചനങ്ങൾക്ക് മുമ്പാകെ എൻ്റെ ജീവിതത്തിൽ തെറ്റെന്ന് തോന്നുന്ന എല്ലാത്തിൻ്റെയും മുമ്പാകെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിക്കുകയൊക്കെ ചെയ്തു. 1999 ജനുവരി 28-ാം തീയതിയാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അതിനകത്തും ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഇടുക്കിയിലോട്ടാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം പാസ്റ്റർ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം എന്നോട് ചോദിച്ചു, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുണ്ടോ, അതിനുള്ള സമർപ്പണവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സുവിശേഷ വേല എന്തെന്നതിനെ കുറിച്ച് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത വീടുകളിലുള്ളവരോടൊക്കെ ഞാൻ സുവിശേഷം പറയും. എന്തെങ്കിലും ആവശ്യങ്ങൾ അവരെന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും.
അപ്പം എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് ഈ വിവാഹത്തിന് മുമ്പ് 2 അനുഭവങ്ങളും ഉണ്ടായി. ഒന്ന് എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് ഈ ബീഫ് കഴിക്കുന്നത് ഭയങ്കര അലർജിയാ. ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം തല മുതൽ കാല് വരെ പൊട്ടും, ചൊറിഞ്ഞു പൊട്ടും. അപ്പം എനിക്കാണെങ്കിൽ ഈ ബീഫ് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ നോൺ വെജ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പൊ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ദേഹത്തൂടെ, എൻ്റെ കൈ തന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവം സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ ബീഫ് കഴിച്ചപ്പോഴൊന്നും എനിക്ക് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടായില്ല. ദൈവം എന്നെ സൗഖ്യമാക്കി. പിന്നീട് ഈ ഒരു ഭക്ഷണത്തോടും എനിക്ക് യാതൊരു വിധത്തിലുള്ള അലർജിയും ഉണ്ടായിട്ടില്ല. എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് സൗഖ്യം തന്നു എന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഷീബ എന്നാണ് തന്റെ പേര്. താൻ വിവാഹം കഴിച്ചിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും തനിക്കൊരു കുഞ്ഞുണ്ടായില്ല. അപ്പൊ അവിടുത്തെ ആ ആന്റി, ഈ ഷീബയുടെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നല്ലേ, ഷീബയ്ക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, തനിക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടെന്നു. അപ്പൊ ഈ ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഞാൻ നിന്നോടൊരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി വന്നതാ. മോള് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അവളിപ്പോ കൺസീവ് ആണ്, അവള് പ്രഗ്നന്റ് ആണ് എന്ന് പറയാം. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ദൈവം രോഗം സൗഖ്യം തരുന്നവനാണ്, യേശു രോഗസൗഖ്യം തരുന്നവനാണ് എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ആ ഒരു പരിചയം മാത്രമാണ് എനിക്ക് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എനിക്കുള്ളൂ. പിന്നെ പി ജി വർഗീസ് അങ്കിളുടെ പുസ്തകം ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ പല പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വായിച്ച് എനിക്ക് ഞാൻ ഭയങ്കര ത്രിൽഡ് ആയിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ സുവിശേഷം പറയണം, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം എന്നുള്ള ആ ഒരു വാഞ്ച എൻ്റെ ഉള്ളിൽ വന്നു. അപ്പൊ ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയോടുള്ള എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ സമർപ്പണവും. പാസ്റ്റർ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. സുവിശേഷ വേലയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊക്കെ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഇതെനിക്ക് ഉറപ്പ് വരുത്തണമല്ലോ, പാസ്റ്റർ തന്നെയാണ് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആള് എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദ്യത്തെ 2 ദിവസം പ്രാർത്ഥിച്ചപ്പോഴൊന്നും എനിക്ക് ഒരു ഫീലിങ്സും ഉണ്ടായില്ല, ഒരു ശബ്ദവും ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്നോട് ഒരു ദൈവദാസൻ വന്നിട്ട് ഇങ്ങനെ ആലോചന പറഞ്ഞു, ഇങ്ങനെ ഈ പുതുവർഷത്തില് നിന്റെ വിവാഹം നടക്കുമെന്ന് ഒരു ആലോചന പറഞ്ഞു. അപ്പൊ ഞാൻ പാസ്റ്റർ വന്ന് കണ്ടുപോയതിനു ശേഷം ഞാനൊരു മറുപടിയും പറയാതിരുന്നു, അവരും ഒന്നും പറയാതിരുന്നുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഡിസംബർ മാസം 29-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പയുടെ അനിയന്റെ മകൻ നോബി, അവൻ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ നിന്റെ തീരുമാനം, ഒരു തീരുമാനം നീ ഉറപ്പായിട്ടും പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ അത് പറഞ്ഞിട്ട് അവൻ പോയി. ഞാനിങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ചെവിയില് ആ ശബ്ദം, മുന്നേ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം എന്നോട് കേട്ടു, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസുകാരനെ കല്യാണം കഴിക്കുന്നത്, അതുപോലെ പാസ്റ്ററെ കല്യാണം കഴിക്കുന്നതിലും ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ആലോചന ഫിക്സ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ പപ്പയുടെ സഹോദരൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിന്നെയൊക്കെ ആരാ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത്, ഇങ്ങനെ കറുത്തിരിക്കുന്നു, മെലിഞ്ഞുണങ്ങി കറുത്തിരിക്കുന്നു, മാത്രമല്ല കണ്ണും കാണത്തില്ല. അപ്പൊ എൻ്റെ ഒരു കണ്ണിന് പൂർണ്ണമായിട്ട് എനിക്ക് കാഴ്ചയില്ല പാസ്റ്റർ. അപ്പൊ നിന്നെയൊക്കെ ആരാ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നേ എന്നുള്ള അതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വേദനയിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നു, ദൈവം അതിന് അനുകൂലം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ അതിന് സമ്മതം മൂളി. പിന്നെ ആ ഒരു 1999 ജനുവരി 28-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. പാസ്റ്റർ അന്നേരം കാലടി AG ചർച്ചിനോടുള്ള ബന്ധത്തിലായിരുന്നു. അതൊരു പുതിയ പ്രവർത്തന. കാലടി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിശ്വാസികൾ ആരും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാ, എല്ലാം കത്തോലിക്കരാ. അപ്പം ഞാനിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെ ചർച്ചില് 3 പേരെ ആകെയുള്ളൂ. ഒരു ആന്റിയും ആന്റിയുടെ ഒരു മകളും മകനും പിന്നെ ഒരു സഹോദരനും മാത്രമേ ആരാധനയ്ക്കുള്ളൂ.
അപ്പൊ ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പം അവിടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ പുതുപ്പെണ്ണിനെ കാണാൻ വേണ്ടി വന്നു. കാണാൻ വേണ്ടി വന്നപ്പം കയ്യിലുമില്ല, കാതിലുമില്ല, കഴുത്തിലുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കും ഇതാരാ? പാസ്റ്ററിനോട് ചോദിക്കും ഇതാരാ? അപ്പൊ എന്റെ ഭാര്യയാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം. ഇങ്ങനെ ഒരു ജീവിയെ ആരും കണ്ടിട്ടില്ല. ആദ്യത്തെ ഒരു പുതുപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു അനുഭവം അവിടെയുള്ളവർക്ക്. അപ്പൊ ആ ചർച്ചിൽ തന്നെ ഉള്ള സഹോദരന്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ അമ്മച്ചിയുണ്ട്. അതൊരു അന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു അനുഭവമാണെങ്കിലും ഇന്ന് അത് ഓർക്കുമ്പം അത് ദൈവത്തിന്റെ ഒരു വഴിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി കർത്താവ് തുറന്ന ഒരു വഴിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പം ഈ അമ്മച്ചിക്ക് ഒരു സ്വഭാവമുണ്ട്. തനിക്ക് ഞങ്ങളോട് ഭയങ്കര വെറുപ്പാ. ഒന്ന്, എനിക്ക് ആഭരണം ഇല്ല. രണ്ട്, ഞങ്ങൾ ഇങ്ങനെ എവിടെന്നോ വന്ന് അവിടെ വന്ന് കിടക്കുന്നു. ഇവരെന്തിനാ ഇങ്ങനെ വന്ന് കിടക്കുന്നത്? വീടുമില്ല, കുടിയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഏതു നേരവും ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കും. അപ്പൊ ഈ അമ്മച്ചി രാവിലെ 5 മണിയാവുമ്പോ എഴുന്നേക്കുന്ന സമയത്ത് താനിങ്ങനെ പള്ളി പോകും. പള്ളി പോയിട്ട് താൻ തിരിച്ചു വരുന്ന സമയം അന്നേരം മുതൽ താൻ എന്ത് ചെയ്യും? എന്നെ ശപിക്കുകയും എന്നെ പ്രാകുകയും എന്നെ ചീത്തവാക്കുകൾ കൊണ്ട്, എത്രത്തോളം ചീത്തവാക്കുകൾ പറയാമോ ആ ചീത്തവാക്കുകളെല്ലാം ഉപയോഗിച്ച് താൻ എന്നെ ചീത്ത വിളിക്കും. ഇത് പതുക്കിയൊന്നുമല്ല, വളരെ ഉറക്ക ചുറ്റുപാടുള്ള എല്ലാവർക്കും കേൾക്കാം. ഇതിങ്ങനെ രാവിലെ മുതൽ രാത്രി താൻ അവിടെ ഇല്ലാത്ത ഒരു സമയത്ത് മാത്രമേ എനിക്കൊരു ആശ്വാസം കേൾക്കണ്ടല്ലോ എന്നുള്ള. എനിക്ക് ദേഷ്യം വരും. പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ചില സമയത്ത് ഞാൻ ചോദിക്കും, അമ്മച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ എന്തോന്ന് പെന്തക്കസ്തുകാർ, ആ രീതിയിലുള്ള താൻ ഇങ്ങനെ എന്നെ ദേഷ്യപ്പെടും. അപ്പൊ എനിക്ക് മനസ്സിലായി തൻ്റെ മകനെ സ്നാനപ്പെടുത്തിയത് ഞങ്ങൾ ആണ്. അപ്പം തൻ്റെ മകനെ റോമൻ കത്തോലിക്കയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുവന്ന് ഞങ്ങളാണ് എന്നുള്ള ആ ഒരു ദേഷ്യമാണ് താൻ എന്നോട് തീർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1.5 വർഷം ആ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി വ്യത്യാസം അന്ന് അവിടെ വന്നു. എൻ്റെ ദേഷ്യ സ്വഭാവമൊക്കെ വളരെ കുറഞ്ഞ് വന്നു. പിന്നീട് ഞങ്ങൾ സുവിശേഷ വേലയിലായി. കാലടി AG ചർച്ചിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ 10 വർഷം ഉണ്ടായിരുന്നു. ആ ദേശത്തുള്ള എല്ലാ വീടുകളിലും പോയി സുവിശേഷം പറയാൻ ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ചർച്ചിൽ നിന്ന് ആന്റിമാരും എല്ലാവരും ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി കടന്നു പോകുമായിരുന്നു. ദൈവകൃപയാല് അവിടെ ഇപ്പൊ നല്ലൊരു സഭയുണ്ട്. 40-45 പേരോടത്തോളം അവിടെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് ആ സഭ ഇന്ന് മുന്നോട്ട് പോകുന്നു. അവിടെയുള്ള പലരും ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നു. അന്ന് അവിടെ 3 പേര് മാത്രമായിട്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചു വീട്ടിലുണ്ടായിരുന്ന ആ ആന്റി ഇന്ന് അമേരിക്കയിൽ മക്കളോടൊപ്പം വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആന്റിക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ദേശത്ത് നിന്ന് ഞങ്ങൾ കടന്നു പോരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാ കടന്നു വരാനായിട്ട് ദൈവം സഹായിച്ചത്. ആ ദേശക്കാരെല്ലാം ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഞങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം മാറ്റി തീർത്തു. തുടർന്ന് ഞങ്ങള് കട്ടപ്പനയിൽ ഒരു 4 വർഷം ഞങ്ങളായിരുന്നു. അവിടെ ആയിരുന്നപ്പോഴും വളരെ ദൈവത്തിന്റെ ആ ഒരു സന്തോഷകരമായ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു. അവിടെ വെച്ചിട്ട് ഈ കട്ടപ്പന ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം വരുവാനായിട്ടിടയായി. എൻ്റെ ശരീരം മുഴുവനും നീര് വെച്ച് അവസാനം എൻ്റെ ഒരു വലത് കാലിന്റെ മുട്ട് ഭയങ്കരമായിട്ട് നീര് വെച്ചിട്ട് എനിക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും 2 പേര് പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ മാത്രമേ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ മുട്ടിൽ നിന്ന് നീര് വലിച്ചെടുക്കും. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കിഡ്നി ട്രേ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, അതിനകത്തോട്ട് നീര് വലിച്ചെടുക്കുമ്പോൾ 1ഉം 2ഉം ട്രേ ഒക്കെ നിറച്ച് എൻ്റെ മുട്ടിൽ നിന്ന് നീര് വലിച്ചെടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ഇനി വരുമ്പം ഇത് ടെസ്റ്റിന് വേണ്ടി അയക്കണം എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ടെസ്റ്റിന് വേണ്ടി അയക്കണം. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയക്കാനുള്ള ഒരു തീരുമാനത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് 2012 കട്ടപ്പനയിൽ നിന്ന് ഞങ്ങൾ വാഴക്കുളം AG ചർച്ചിലോട്ട് സ്ഥലം മാറി വരുന്നത്.
അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കാലിൽ നീരില്ല. പക്ഷെ മാസത്തിൽ ഒന്നെങ്കിലും ഈ നീര് വരും. നീര് വന്ന് ഒരാഴ്ചയോടത്തോളം ഞാൻ കിടപ്പിലാകും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാല് ബാൻഡേജ് ഇട്ട് കെട്ടി നേരെ കിടക്കുക മാത്രമേ ഉള്ളൂ. അതിഭയങ്കരമായ വേദനയും ഉണ്ടാകും. അപ്പം ഈ വാഴക്കുളം AG ചർച്ചിൽ വന്നപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ചർച്ചിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. എന്നെക്കൊണ്ട് ആ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. കാരണം ഈ വേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരടി പോലും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാ. ഞാൻ അവിടെ ചെന്നു 2-3 മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ വേദന എനിക്ക് ആരംഭിച്ചു. വേറെ എനിക്കറിയാം, ഇത് വരുമ്പോ എനിക്കറിയാം. കാരണം പെട്ടെന്ന് അങ്ങനെ നീര് വന്ന് ഇതാവുകയല്ല ചെയ്യുന്നത്. പതുക്കെ വളരെ സാവധാനത്തിൽ മാത്രമേ ആ നീര് വരത്തുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം സൺഡേ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഫുഡൊക്കെ ഉണ്ട്, കഞ്ഞിയുണ്ട്. അപ്പൊ കഞ്ഞിയെല്ലാം കുടിച്ച് ചർച്ചിലെ യൂത്ത്സ് മുകളില് അവര് സോങ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ താഴെ പാഴ്സനേജിൽ വന്ന് ഞാൻ പാഴ്സനേജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കാലിന് ഭയങ്കരമായിട്ടുള്ള വേദന തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, കട്ടപ്പന വെച്ച് അങ്ങനെ കിടന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വാഴക്കുളത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഒരു ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നെ കിടത്തരുത് കർത്താവേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഈ മുട്ടിന്റെ ഉള്ളിൽ നിന്ന് 3 പ്രാവശ്യം ടക് ടക് എന്ന് 3 പ്രാവശ്യം ഒരു ഒച്ച കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, എല്ലാം ഒടിഞ്ഞോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ ആ നീര് അവിടെ ഉണ്ടായില്ല. നീരെല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യമായി. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ വേദനയോ മറ്റ് യാതൊരു പ്രയാസങ്ങളോ ഉണ്ടായില്ല. ഈ ഒരു സൗഖ്യം എന്നെ ഭയങ്കരമായിട്ട് അതായത് ദൈവം സൗഖ്യമാക്കുന്നവനാണ്. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാലും അവിടെ കർത്താവ് കൂടെയുണ്ട്. ദൈവം സൗഖ്യമാക്കുന്നവനാണ് എന്ന് എന്നെ പിന്നെയും ഉറപ്പിച്ചു. തുടർന്ന് ഒത്തിരി രോഗസൗഖ്യങ്ങള് ഞങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വാഴക്കുളത്ത് വന്നു കഴിഞ്ഞപ്പം എൻ്റെ മകന് അവനന്ന് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 8ലാ പഠിക്കുന്നതെന്ന് തോന്നുന്നു. അവനൊരു ദിവസം വൈകിട്ട് പെട്ടെന്ന് വയറിന് ഭയങ്കര വേദന. കുഞ്ഞു വേദനയാല് അസ്വസ്ഥപ്പെടുന്നു. ഞങ്ങൾ അവനെ തൊടുപുഴ ചാഴിയാട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഞങ്ങളിങ്ങനെ സഭ മുഴുവനും വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പം യാതൊരു പ്രോബ്ലവും ഇല്ല. ദൈവം അവനെ സൗഖ്യമാക്കി. ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നില്ല. ദൈവം അവനെ സുഖമാക്കി. ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങള് ദൈവം ജീവിതത്തിൽ ചെയ്തു. സഭയോടുള്ള ബന്ധത്തിലും ദൈവം ഒരുപാട് അത്ഭുതങ്ങള്, രോഗസൗഖ്യങ്ങള് ഒക്കെയും ദൈവം ചെയ്തു. സഭയിലും നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ ദൈവം ഞങ്ങളെ വളർത്താൻ തുടങ്ങി. ഈ സമയത്തുണ്ടായ എൻ്റെ 1-2 അനുഭവങ്ങൾ കൂടെ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കൊരു ഈ കാലിന്റെ ഈ പ്രയാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. സുശേഷ വേലയിലാണ്, നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഒരു ദിവസം 2015 തോന്നുന്നു, ഞാനിങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി ഓടിച്ച് വാഴക്കുളത്തിന് വരുന്ന സമയത്ത് 2015 2021 വാഴക്കുളത്തിന് ഞാൻ വരുന്ന സമയത്ത് മഴ വരുന്നുണ്ട്. അപ്പൊ മഴയ്ക്ക് മുമ്പായിട്ട് എനിക്ക് വീട്ടിലെത്തണം. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ വാഴക്കുളത്ത് ടൗണിനോട് എത്താറായി കഴിഞ്ഞപ്പം ഈ ലൈൻമാൻമാര് ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് പോസ്റ്റിൽ അവര് ലൈനെല്ലാം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടു, മോളിൽ നിന്ന് ഒരു ലൈൻ കമ്പി പൊട്ടി താഴോട്ട് വീഴുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു ആ ലൈൻ കമ്പി എൻ്റെ ദേഹത്ത് വീഴുമെന്ന്. എനിക്ക് 100% ഉറപ്പാ. അപ്പൊ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ ചിന്തിക്കുന്നത്. ഈ ലൈൻ കമ്പി പൊട്ടി എൻ്റെ ദേഹത്ത് വീണ് അതിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഷോക്കടിച്ച് മരിക്കൂലേ എന്ന് എൻ്റെ ഉള്ളില് ചിന്ത. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത്
ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാ പോകുന്നത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങളും എനിക്ക് വേണ്ടി ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളെയും പ്രതി ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാ ഞാൻ എവിടെ പോയാലും ഞാൻ അങ്ങനെയാ യാത്ര ചെയ്യുന്നത്. ബസ്സിലായാലും എവിടെയാണെങ്കിലും എവിടെ പോയാലും ഞാൻ അങ്ങനെയാ യാത്ര ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഉള്ളില് എൻ്റെ ഒരു ചിന്ത, ദൈവമേ ഷോക്കടിച്ച് മരിക്കുവോ ഞാൻ? എങ്ങനെയായാലും എൻ്റെ ആത്മാവിനെ ഞാൻ ദൈവകരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചു. ആ ഒരു സെക്കൻഡ് ഇത്രയും ഞാൻ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തെറിച്ചു. വണ്ടിയിൽ നിന്ന് ഞാൻ തെറിച്ച് എൻ്റെ വണ്ടി റോഡിന്റെ നടുവിലേക്ക്, മിഡിൽ പോയിന്റ് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തോട്ടും ഞാൻ റോഡിന്റെ ഇങ്ങേ സൈഡിലോട്ടും ഫുട്പാത്തിലോട്ട് ചെന്നും വീണു. വീഴ്ചയിൽ 2-3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ മറിഞ്ഞു. എൻ്റെ ഈ ഷോൾഡർ രണ്ടുവാ ചെന്നിടിച്ചത്. വണ്ടി എനിക്ക് സംഭവിക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ വണ്ടിക്കാ സംഭവിച്ചത്. ഒരു പോറൽ പോലും ഫസ്റ്റ് ഏൽക്കാൻ ദൈവം സമ്മതിച്ചില്ല. ഒരു സ്ക്രാച്ചെങ്കിലും വരണ്ടേ എൻ്റെ ദേഹത്ത്, ഒന്നും വരാൻ ദൈവം സമ്മതിച്ചില്ല. സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ഇത് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ലൈൻ കമ്പി പൊട്ടി വീണു. അതൊരു ലോറിയിലോട്ടാ വീണത്. ഈ ലോറിയിൽ നിന്ന് ആ ലൈൻ കമ്പി എൻ്റെ വണ്ടിയിൽ ഉടക്കിയിട്ടാണ് ഞാൻ ഈ വണ്ടിയെന്ന് തെറിച്ചു പോകുന്നത്. കണ്ടു നിന്ന് എല്ലാവരും വിചാരിച്ചത് ഞാൻ ഷോക്കടിച്ച് മരിച്ചെന്നാ ഓർത്തത്. പക്ഷെ ഒന്നും സംഭവിക്കാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. അങ്ങനെ ഒരു അത്ഭുതം കൂടെ ദൈവന്റെ ജീവിതത്തിൽ ജീവിക്കാൻ തക്കോണം പിന്നെയും ഒരു അവസരം കൂടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ വേറൊരു രോഗസൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 എൻ്റെ പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തുടർമാനമായിട്ട് ഇങ്ങനെ എക്കിള് വരാൻ തുടങ്ങി. ഞാനിങ്ങനെ എക്കിള് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിൽക്കുന്നില്ല. ഇതിനൊരു നോൺ സ്റ്റോപ്പ് ഇല്ലേ. ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. എനിക്ക് വയറിന് ഭയങ്കര വേദന, എരിച്ചില്, പുകച്ചില്, അങ്ങനെ വല്ലാത്തൊരവസ്ഥ. ഇതിങ്ങനെ കൂടി വന്നിട്ട് എനിക്ക് യാതൊരു ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാത്ത പോലെയായി. ഒരു വെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കുന്ന അവസ്ഥ. രാത്രി കിടന്ന ഉറക്കം വരത്തില്ല, ശ്വാസം മുട്ട്, ഭയങ്കര ആ ഒരു പ്രശ്നത്തിലൂടെ എല്ലാം ഞാനിങ്ങനെ പോയി. അപ്പൊ ഞാൻ ഒരു ഗ്യാസ്ട്രോയെ കാണാൻ വേണ്ടി പോയി. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ എന്ത് രോഗം വന്നാലും ആ രോഗത്തിന് ഞാൻ മെഡിസിൻ കഴിച്ചാലും ആ മെഡിസിൻ കൊണ്ട് എനിക്കൊരു സൗഖ്യം ഉണ്ടാകത്തില്ല. അതിന്റെ അവസാനം ഞാൻ യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് സൗഖ്യം ഉണ്ടാകാറുള്ളൂ. അപ്പൊ ഈ രോഗം വന്നപ്പോഴും എനിക്കറിയാം യേശു എന്നെ സൗഖ്യമാക്കുമെന്നുള്ളത്. പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടത്. അപ്പൊ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു. കഴിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യാതൊരു കുറവുമില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ചിന്ത വന്നു, എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളത്. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ ക്യാൻസർ ഉള്ള എല്ലാവരുടെയും രോഗലക്ഷണങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ക്യാൻസർ ആണെന്ന്. ഞാൻ പിന്നീട് ഞാൻ ദൈവത്തോട് ഒരു ദിവസം ഈ രോഗവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കോവിഡിന്റെ ആ പ്രശ്നങ്ങൾ വരുന്നത്. സഭയിൽ ആരാധനയുണ്ട്, ഓൺലൈൻ അല്ല, 10 പേരൊക്കെ ആയിട്ട് വളരെ ചുരുക്കമായിട്ട് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളില്ല, കൂട്ടായ്മകൾ നമുക്ക് ശരിക്കും കൂടാൻ പറ്റുന്നില്ല. അങ്ങനെ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് നന്നായി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു സഭാരാധന പോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചൊക്കെ പോരുമായിരുന്നു. അപ്പം ഈ ഒരു വിഷമവും എനിക്കുണ്ട്. ഈ ഒരു രോഗം കാരണം എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ മടുത്തു. 18 സംവത്സരം തന്റെ മുതലെല്ലാം കൊടുത്ത് അവസാനം ആ ഒരു സ്ത്രീക്ക് സംഭവിച്ച പോലെ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള എല്ലാം തീർന്നു. ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി ഇതെല്ലാം തീർന്നു. ഇതിനൊരു സൗഖ്യമില്ല. ഞാൻ എന്താ കർത്താവെ ചെയ്യണ്ടേന്നൊക്കെ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ യേശുവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ, ഇനിയിപ്പോ ഈ രോഗം കൊണ്ട് ഞാൻ മരിക്കണമെന്നാണ്, അങ്ങയുടെ സന്നിധിയിലേക്ക് വരാനാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ അതിന് തയ്യാറാ. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരാൻ ഞാൻ തയ്യാറാ. റൈറ്റ് ടൈമില് ഞാൻ എപ്പോ മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ എപ്പോ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ സമയത്ത് കർത്താവ് എന്നെ അങ്ങയോട് ചേർക്കണമേ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയിൽ, അങ്ങനെ ആ ഒരു സമർപ്പണത്തിലേക്ക് ഞാനിങ്ങനെ മുന്നോട്ട് പോകുക. അപ്പൊ എൻ്റെ മനസ്സിൽ എനിക്കൊരു ചിന്ത വന്ന്, ഇത് എന്ത് രോഗമാണെന്ന് അറിയണമല്ലോ, എങ്കിലല്ലേ
നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ചെന്ന് അവിടുത്തെ ഡോക്ടറെ കണ്ടു. അവരെനിക്ക് കോളൻസ്കോപ്പിയും എൻഡോസ്കോപ്പിയും ചെയ്തു. കോളൻസ്കോപ്പി എൻഡോസ്കോപ്പിയും ചെയ്ത് കഴിഞ്ഞപ്പം വയറിൽ മുഴുവനും കുടലിൽ മുഴുവനും പൊളിപ്സ് ആണെന്നുള്ളത് മനസ്സിലായി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുടലിൽ മുഴുവൻ പൊളിപ്സ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് ആ സമയത്ത് ഈ ബാത്റൂമിലൊക്കെ പോകുമ്പം ടോയ്ലറ്റിലൊക്കെ പോകുമ്പം ബ്ലഡ് പോകാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് പൊളിപ്സ് ആണ് എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നു. അപ്പം ഇത് തന്ന് ഞാൻ 1 വർഷത്തോളം ആ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ രോഗം മാറുമോ, ഇത് എന്നും ഞാൻ ഈ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ രോഗം മാറാൻ ചാൻസ് ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ലൈഫ് ലോങ് താൻ ഈ മരുന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ. രോഗം വന്നില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കാം? അപ്പൊ ഡോക്ടർ ഭക്ഷണത്തിന്റെ കുറെ ലിസ്റ്റുകൾ പറഞ്ഞു, ഇതൊക്കെ ഒഴിവാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഡോക്ടർക്ക് എളുപ്പം ഞാൻ എന്ത് കഴിക്കാം എന്ന് പറയുന്നതായിരിക്കും ഡോക്ടർക്ക് എളുപ്പം. കഴിക്കണ്ടെന്ന് പറയാനാണെങ്കിൽ മുഴുവനും കഴിക്കേണ്ടാത്ത കാര്യങ്ങളാ. അപ്പൊ എന്ത് കഴിക്കാം എന്ന് പറയുന്നതല്ലേ ഡോക്ടർക്ക് എളുപ്പം എന്ന് ചോദിച്ചു. ഡോക്ടർ ചിരിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ എനിക്കൊന്നും കഴിക്കത്തില്ല, എരിവ് കഴിക്കത്തില്ല, പാല് കൂട്ടത്തില്ല, ഒരു ഭക്ഷണങ്ങളും ചോറ് കഴിക്കത്തില്ല, യാതൊന്നും ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കത്തില്ല. നോൺ വെജ് കഴിക്കത്തില്ല, ബീഫ്, ചിക്കൻ ഇതൊന്നും എനിക്ക് കഴിക്കത്തില്ല. വയറിനപ്പ പ്രശ്ന, എരിച്ചില്, പുകച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഞാൻ ഭയങ്കര വിഷമിച്ചാ വീട്ടിൽ വന്നത്. കുറച്ച് നാൾ കൂടെ, ഒരു 3 മാസം കൂടെ ഞാൻ മരുന്ന് കഴിച്ചു. ഞങ്ങളുടെ ചർച്ചില് ആദ്യമായിട്ട്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാതെ ഒരു നേരം പോലും ഇരിക്കരുത്, ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇത് പ്രശ്നം കൂടുതൽ വഷളാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉപവസിക്കുകയും ഉപവസിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളം ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ആദ്യമായിട്ട് ഈ കോവിഡിന്റെ കാലശേഷം ആദ്യമായിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഉപവസിക്കരുത്, പ്രാർത്ഥിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ 3 ദിവസം വേറൊന്നിനുമല്ല, എൻ്റെ ഒരു കാര്യസാധ്യതയ്ക്കോ ഒന്നും വേണ്ടിയല്ല, 3 ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രോഗസൗഖ്യം ഒന്നും ഞാൻ ദൈവത്തോട് പറയുന്നില്ല, പക്ഷെ എനിക്ക് 3 ദിവസം ഉപവസിച്ച് ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ മരുന്നെല്ലാം മാറ്റിവെച്ചു, ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് യാതൊരു പ്രോബ്ലംസും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ ഞായറാഴ്ച ഉപവാസം കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. വയറിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, വേദനയില്ല, എരിച്ചിലില്ല, ഒന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ പൂർണ്ണമായിട്ടും സൗഖ്യം നൽകിയെന്ന്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ മരുന്ന് കഴിക്കാനായിട്ട് ദൈവം ഇടവരുത്തിയില്ല. അപ്പൊ ഈ ഓരോ സ്റ്റേജിലൂടെ, എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോകുമ്പം കർത്താവ് എന്നോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വചനം അതാണ് എൻ്റെ ജീവിതത്തിലെ എന്നെ ഇന്ന് വരെയും നടത്തിയത്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാനിങ്ങനെ ഭാരപ്പെട്ടപ്പോ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തില് യേശു ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ, ഈ ഭൂമിയിൽ നമുക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. യേശു നമുക്ക് കേവലം ഒരു ദൈവം മാത്രമല്ല, നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനാ. നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരാൻ എപ്പോഴും യേശു തയ്യാറാ. നമ്മളെ അവൻ ഒരിക്കലും, യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ കരങ്ങളെ വെച്ചു കൊടുത്താൽ, നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുത്താൽ യേശു ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ആരെല്ലാം ഉപേക്ഷിച്ചു പോയാലും എന്തെല്ലാം സംഭവിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഉറപ്പായിട്ടുള്ള ആ വിശ്വാസമാണ് എന്നെ ഇന്നും നടത്തുന്നത്. കുടുംബമായിട്ടും ഓരോ സാഹചര്യങ്ങള്, സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ആ വിഷയങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം തന്ന് നമ്മളെ ജയത്തോടു കൂടെ കർത്താവ് നിർത്തും. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിനെ മാത്രം പിൻപറ്റാനായിട്ട് ഇന്ന് വരെയും ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച പലരും വിശ്വാസ ജീവിതത്തിൽ നിന്നൊക്കെ പോയി. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ നിൽക്കാൻ ഒരു അവസരം, ഒരു കൃപ, ആ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നതിന്
ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദിയുള്ളവളാണ്. എൻ്റെ മമ്മി മരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ എന്തിനാ നീ എൻ്റെ മമ്മി എന്തിനാ കൊന്നേ? ദൈവത്തോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി? ജീവിതത്തിൽ മുഴുവനും ഞാൻ എന്തിനീ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് ഭരിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും, എല്ലാ കണ്ണുനീരുകളും, എല്ലാ വേദനകളും എന്നെ ദൈവത്തോട് അടുപ്പിക്കാനും ആ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തെ അറിയുവാനും വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. യേശു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്നിവിടെ നിൽക്കത്തില്ല. അന്ന് എൻ്റെ വീടിന്റെ മുന്നില്, ആ ഡോറിന്റെ മുന്നില് വന്ന് നിന്ന ആ ആന്റിമാരെ ദൈവം അയച്ചതാ. കാരണം ചിലപ്പോ 1-2 മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. ഇന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ദൈവം എന്നെ രക്ഷിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ മരിച്ചു പോകാമായിരുന്ന സ്ഥാനത്ത്, നിത്യ നരകത്തിലേക്ക് പോകാമായിരുന്ന ആ സ്ഥാനത്ത് യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം എന്നെ തേടി വന്നു. എന്നിൽ ഒരു യോഗ്യതയും കർത്താവ് കണ്ടിട്ടില്ല. എന്ത് യോഗ്യതയാ ദൈവം എന്നിൽ കണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ചു. യേശു തന്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നു. അപ്പൊ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. ഇന്നും ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുന്നു. ഇത്രയും അനുഭവങ്ങളാണ് പാസ്റ്ററെ മെയിൻ ആയിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ. സിസ്റ്ററിന്റെ കണ്ണിന്റെ കാഴ്ചയെക്കുറിച്ച് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞല്ലോ. എന്താണ് അങ്ങനെ ഒരു പ്രയാസം? ജന്മനാ ഉള്ളതാണോ അതോ പിന്നീട് എങ്ങനെ ഒരു പ്രയാസം വല്ലതും വന്നാണോ? എനിക്ക് ഒരു കണ്ണിന് കാഴ്ച ജന്മനാൽ തന്നെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെക്സ് വെച്ചിരിക്കുന്നത്. പിന്നീട് ഞങ്ങള് വാഴക്കുളത്തായിരുന്ന സമയത്ത് എൻ്റെ കണ്ണിന്റെ ഞരമ്പ് പൊട്ടിപ്പോയായിരുന്നു, വെയിൻ പൊട്ടിപ്പോയായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ കാഴ്ച തിരിച്ചു കിട്ടിയില്ല. കുറച്ച് കാണാമായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നും കണ്ണട ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു കണ്ണിന്റെ ബലത്തിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കർത്താവ് എന്നെ നടത്തി. എൻ്റെ ജീവിതത്തിന്റെ ഞാൻ രക്ഷിക്കപ്പെട്ട അന്നു മുതല് സ്വർഗത്തിലെ ദൈവം എന്നെ കരങ്ങളിൽ താങ്ങി എനിക്ക് വേണ്ടുന്നതായ ആലോചനകളും എനിക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങളും, ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലൂടെ പോക എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് എൻ്റെ കൂടെ നടന്ന് എനിക്ക് വേണ്ട വഴിയും എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു തന്ന് എന്നെ നടത്തി ദൈവം. ഈ സമയത്ത് തന്നെ എൻ്റെ കുടുംബത്തിലും ഒത്തിരി അത്ഭുതങ്ങള്, അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തു. അതിലേറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാനും എൻ്റെ അമ്മയും ഇപ്പൊ വളരെ സമാധാനത്തോടുകൂടെ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. താനും വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശുവിനെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. തന്റെ ജീവിതത്തിലും ദൈവം ഒത്തിരി അത്ഭുതങ്ങളെ ദൈവം ചെയ്തു. ദൈവം ഞങ്ങൾക്ക് തന്ന മക്കളും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അമ്മയോടാണ് കൂടുതൽ സ്നേഹം. എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെ. എൻ്റെ മക്കളെ ഒത്തിരി സ്നേഹമാണ് അവര്. ഞങ്ങൾ അങ്ങനെ ഒരു വേർതിരിഞ്ഞവരാണ്, അല്ലെങ്കിൽ രണ്ടാമത് വന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധമല്ല. ഞങ്ങള് ഒന്നാണ്. ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുമ്പോൾ എല്ലാവരും ചോദിക്കും അമ്മയും മോളും ആണ്, അങ്ങനെ തന്നെ പറയത്തുള്ളൂ. വേറൊരു വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. മാത്രമല്ല എനിക്ക് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എനിക്ക് ഒന്നുമില്ലായിരുന്നു. ഭയമായിരുന്നു എൻ്റെ ഉള്ളിൽ മുഴുവൻ. നിരാശയില്, ഭയത്തില് അങ്ങനെ ആയിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ഇന്ന് ഈ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ദൈവം എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. അനേകർക്ക് ഈ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന എൻ്റെ പങ്കാളിയും എൻ്റെ കുഞ്ഞുങ്ങളും ഒത്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിപ്പാൻ, എൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ച് വളരെ സ്നേഹത്തോടു കൂടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളില്ലാത്ത എനിക്ക് ദൈവം ഒരുപാട് സഹോദരങ്ങളെ തന്നു, ഒരുപാട് മാതാക്കളെ തന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റും ഇന്നുമുണ്ട്. അപ്പം എനിക്കിന്ന് യാതൊരു ദുഃഖങ്ങളുമില്ല. യേശു എന്നെ തേടി വന്നതോർത്ത്, ഈ കഷ്ടതയിലൂടെ നടത്തിയതോർത്ത് എനിക്ക് പ്രയാസമില്ല. കാരണം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ സമയത്തായിരിക്കുന്നത്. ഇത്രയും സമയം ഈ അരോമ ടിവിയില് ഞാൻ ഇതിനു മുമ്പ് അരോമ ടിവിയിൽ പലരെയും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും എനിക്ക് അറിയാതിരിക്കുന്ന സമയത്ത് ഈ ചാനലിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയ ലില്ലി ചേച്ചി, ഒലിയപ്പുറത്ത് താൻ താമസിക്കുന്നു, താനുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് താൻ എനിക്ക് ഇങ്ങനെ ഈ പാസ്റ്ററെ, ഡാനിയൽ പാസ്റ്ററെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതും തുടർന്ന് ഇങ്ങനെ ഒരു അവസരം ഈ അരോമ TV സാക്ഷ്യം പറയുവാൻ തക്കണം എനിക്ക് ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയലിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. അരോമ TV ചാനലിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇത്രയും സമയം എന്നെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ആരെങ്കിലും യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഞാനായിരുന്നത് പോലെ പകുതി വഴിയിൽ ആയിരുന്ന ആ സാഹചര്യങ്ങളാണെങ്കിൽ, നിങ്ങൾ ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ഘട്ടത്തില് ജീവിതത്തില് ഇനി ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം തൻ്റെ ദാസിമാരെ ആ ഭവനത്തിലേക്ക് അയക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും അതിന് ജീവിതം സമർപ്പിക്കുവാനും ഒക്കെ ഇടയായിത്തീരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ദൈവം ആരെയെങ്കിലും അയക്കും, അല്ലെങ്കിൽ ഒരു സന്ദേശം, ഒരു ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കും. അതിന് നാം ചെവി കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, അതിനെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ആരംഭിക്കുക. അവിടെ പൂർണ്ണമാകുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ആരംഭിക്കുക മാത്രമാണ്. അവിടെ ആരംഭിക്കുന്ന ആ ഒരു ദൈവീയ ഇടപെടൽ പൂർത്തീകരിക്കുന്നത് ജീവിതത്തിലെ ഉടനീളമുള്ള ഓരോ ദിവസത്തിലും വ്യത്യസ്ത ജീവിതാനുഭവത്തിലൂടെ. പലപ്പോഴും പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വിടുതൽ എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല, പകരം ആദ്യത്തെ അതൊരു സ്പർശനം മാത്രം. ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവീയ വിടുതലിലേക്ക് എത്തുന്നത്. ജീവിതത്തില് ആത്മഹത്യ എന്ന് പറയുന്ന ആ വലിയ അനർത്ഥത്തിൽ നിന്ന്, അങ്ങനെ അന്ന് സംഭവിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ അരോമ TV ചാനലിലൂടെ ജനത്തോട് സംസാരിക്കുവാൻ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടാകുമായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസിയുടെ ഈ നല്ല അനുഭവം ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് അവരെയും കർത്താവിങ്കിലേക്ക് തിരിയുവാൻ മുഖാന്തരമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഭവത്തിലൊക്കെ കടന്നു വന്നപ്പോഴും പല പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഏക മകൾ എന്ന നിലയിൽ വളരെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വളരെ വാത്സല്യത്തോടുകൂടി വളർന്നു വന്ന ആ കുട്ടിക്കാലത്ത് തന്നെ, ആ നല്ല ചെറുപ്പത്തിൽ തന്നെ ആ സ്നേഹനിധിയായ മാതാവ് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാള് അമ്മയായിട്ട് കടന്നു വരുന്ന ആ സാഹചര്യവും, പിന്നെ ഹോസ്റ്റലിലേക്ക് ആക്കപ്പെടുന്ന ആ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരിക്കലും ആ ഒരു സ്നേഹനിധിയായി വളർന്നു വന്ന ആ ഒരു മകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ആ സ്നേഹത്തെക്കാൾ, മാതാപിതാക്കന്മാരുടെ സ്നേഹത്തെക്കാൾ, പെറ്റമ്മ മറന്നാലും, അപ്പം മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും മറക്കാത്ത ഏറ്റവും നല്ല സ്നേഹനിധിയായ ഒരു കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ആ സ്നേഹം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാനും, ഇന്ന് ആ കർത്താവിൻ്റെ വേലയിലായിരിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ ദാസിയെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് ദൈവത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത്. ആ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലും എത്തിക്കുവാൻ തക്കവണ്ണിടയായിത്തീരും, മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണിടയായിത്തീരും. അതാണ് വിടുതൽ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസിക്ക് ആ ഒരു അനുഭവത്തിൽ വരുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസി ദൈവം നടത്തിയ ജീവിതാനുഭവവും നല്ല സാക്ഷ്യവും ഒക്കെ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ശ്രോതാക്കളായ അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യ ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല. എല്ലാറ്റിനും പരിഹാരം, എല്ലാറ്റിനും ഉത്തരം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവിടെ മതമോ വിഭാഗീയതയോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടതോ എന്ന് ദൈവത്തിന് ഇല്ല. ദൈവം സ്നേഹിക്കുന്ന, ദൈവം സൃഷ്ടിച്ച ഓരോ വ്യക്തികളെയും ദൈവം സ്നേഹിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം ആരംഭിക്കുന്നത്. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ സന്ദേശം അല്ലെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളെ വഴി നടത്തുവാൻ മുഖാന്തരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക്, ഒരുപക്ഷെങ്കിൽ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ അനാഥരായിരിക്കാം, മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടവരായിരിക്കാം, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കാം, ഭാര്യ അല്ലെ ഭർത്താവ് നഷ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് യേശു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടമായിരിക്കും. അതുകൊണ്ട് യേശു നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ നിത്യതയ്ക്കായി നിങ്ങളെ വിളിച്ച ആ വിളിയെ, അല്ലെങ്കിൽ ആ ഒരു കർത്താവിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് യേശുവിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാകുമോ എങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുവാൻ, ദൈവസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, ലഹരി വസ്തുക്കളുടെ ഉപഭോഗത്തിൽ നിന്നും, ആത്മഹത്യാ പ്രവണതയിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം തരുവാൻ വിശ്വസ്തനാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കൂ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. യേശുവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. യേശുവെ, എന്നോട് സംസാരിക്കണമേ. യേശുവെ, അങ്ങനെ തൊടണമേ എന്നൊരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ അടുക്കൽ യേശു ഇപ്പോൾ ഉണ്ട്. യേശു നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ അടുക്കൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അനിത റോയ് ആമേൻ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു വാക്കൽ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കാം. യേശുവേ, സ്തോത്രം. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ അരോമ ടിവിയിൽ കടന്നു വന്ന് എനിക്ക് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയതിനായി നന്ദി പറയുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്ന സ്ഥാനങ്ങളില് ദൈവം എനിക്ക് ഇത്രത്തോളം നന്മകൾ, അനുഗ്രഹങ്ങൾ, സമാധാനങ്ങൾ ഒക്കെ നൽകിത്തന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നോട് ചേർത്ത് നിർത്തി ദൈവം എനിക്ക് അനുഗ്രഹം നൽകിയ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിവരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകിയല്ലോ കർത്താവേ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തിരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ കർത്താവേ. ആരെങ്കിലും ഭാരത്തില്, പ്രയാസത്തില്, രോഗത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവർ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന വിടുതലും സമാധാനവും ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ എന്തോ അത് നിറവേറ്റി കൊടുക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ അരോമ ടിവി ചാനലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ദേവദാസിനെ ധാരാളം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഈ ചാനൽ ഒരു മുഖാന്തരമായി ദൈവം ഒരുക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവം പിന്നെയും തന്നെയും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ചുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സമയവും നല്ല സാക്ഷ്യവും പങ്കുവച്ചതിന് കർത്താവിൻ്റെ ദാസി അനിത റോയുള്ളതായ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെ, പ്രവർത്തനങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ സാക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമോ ആമേൻ ഒരു സംശയമോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആമേന് ഇത് ആമേൻ മറ്റുള്ളവർക്ക് കൂടി ആമേൻ കേൾക്കത്തക്കവണ്ണം നിങ്ങൾ ഇതിനെ പങ്കുവയ്ക്കുക. ആമേൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ
ആമേൻ. ഈ ചാനൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ നിങ്ങൾക്കൊരു അവസരം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഉള്ള അവസരം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.